ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. ദില്ലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ പിതാവാണ്. പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു. പി ആർ സുനിൽ, ദീർഘകാലമായ അസുഖബാധിതനായിരുന്നു ഷിബു സോറൻ. അദ്ദേഹത്തെ ജൂൺ അവസാനം ഗംഗാറാം ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ച്, ചികിത്സയെക്കുറിച്ചൊക്കെ കേട്ടിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? സുജിയ, അല്പം സമയം മുമ്പാണ് ഷിബു സോറന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദില്ലിയിലെ ഗംഗാറാം ആശുപത്രിയിൽ ദീർഘനാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം റാഞ്ചിയിലെ ആശുപത്രിയിലായിരുന്നു ഒരുപാട് നാൾ. അതിനുശേഷമാണ് ദില്ലിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഷിബു സോറന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. 81 വയസ്സാണ് ഷിബു സോറന്. നമുക്കറിയാം, ഏറെ വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയ വലിയൊരു രാഷ്ട്രീയ ജീവിതമാണ് ഷിബു സോറന്റേത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്നു. ഒരുപാട് തവണ ജാർഖണ്ഡിലെ ദുംകയിൽ നിന്ന് ലോക്സഭയിലെത്തിയ നേതാവ് കൂടിയാണ്. ജാർഖണ്ഡിലെ പ്രധാനപ്പെട്ട ഒരു ആദിവാസി നേതാവാണ്. 1970കളിലാണ് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഷിബു സോറന്റെ കാലമായിരുന്നു ജാർഖണ്ഡിൽ. ഈ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു കൊലപാതക കേസിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയും പിന്നീട് ദീർഘനാൾ ജയിലിൽ കഴിയുകയും ഒക്കെ തന്നെ ചെയ്തു. ജയിലിൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു നേതാവ് കൂടിയാണ് ഷിബു സോറൻ. ഇപ്പോൾ ജാർഖണ്ഡ് ഭരിക്കുന്നത് ജെഎംഎം നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെയാണ്. ഷിബു സോറന്റെ ഹേമന്ത് സോറന്റെ പിതാവാണ്. ഹേമന്ത് സോറനാണ് അവിടെ മുഖ്യമന്ത്രി. ഹേമന്ത് സോറന്റെ പിതാവ് കൂടിയാണ് ഷിബു സോറൻ. ഏതായാലും ദില്ലിയിലെ ആശുപത്രിയിലാണ് ഇപ്പോൾ ഷിബു സോറന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. യുപിഎ മന്ത്രിസഭയിലും കഴിഞ്ഞ 38 വർഷമായി ജെഎംഎമ്മിന്റെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബു സോറനാണ്. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം സുനിലിലേക്ക്.